നോക്കൂ, ഇപ്പോൾ വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്ത നിങ്ങളും കാണുന്നുണ്ടാവും. ഗോപാലകൃഷ്ണനെതിരെ കേസ് എടുക്കണ്ട, അതായത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ IAS അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണ്ട എന്നാണ് ഇപ്പോൾ നാർക്കോട്ടിക് സെൽ ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ് ശ്രീ ദാമോദർ പ്രസാദ്? അതായത് ആ ചാറ്റിൽ ആ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ അതിന് പറയുന്നു മനസ്മൃതി. ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഒരു കാര്യം നല്ലത് ചെയ്തു ഈ ചർച്ചയിൽ. കാര്യം പെട്ടിവാദം തിന്ന് കക്ഷി അദ്ദേഹം ഇത് രാഷ്ട്രീയ സംവാദത്തിലേക്ക് മാറ്റി. അത് എനിക്ക് തോന്നുന്നു അതാണ് ഇതിൻ്റെ അതൊരു വളരെ ശരിയായിട്ടുള്ള കാര്യം. അത് വളരെ ശരിയാവുന്ന എങ്ങനെയാണ് ശ്രീ ദാമോദർ പ്രസാദ്? പെട്ടിയിലൊന്നും ഇല്ല എന്ന് പറയുമ്പോഴല്ലേ, പെട്ടിയിലൊന്നും കിട്ടാഞ്ഞപ്പോഴല്ലേ അത് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിരുദ്ധോക്തിയിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്ടി പോലുള്ള കാര്യങ്ങളായിരുന്നില്ല അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു, ശരിയായ കാര്യം ഒരു സവിശേഷ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതല്ലാതെ പാളിപ്പോയി. പക്ഷേ രാഷ്ട്രീയം പറയാനായിട്ടും അതിൻ്റെ അകത്ത് സവിശേഷമായ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കാൻ അവർക്ക് പറ്റിയില്ല. അതിൻ്റെ പരാജയം അവർ ഏറ്റുവാങ്ങി. അപ്പോൾ ഈ ഭരണത്തിന് നേട്ടം പറഞ്ഞു. തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷം ഈ ഭരണവിരുദ്ധ വികാരം ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യമാണ്. 2 ടൈം ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് അതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം അത് നിലനിൽക്കുന്നതാണ്. പക്ഷേ പാലക്കാട് പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയം അവർ കൊണ്ടുപോകുന്നു. പക്ഷേ ഇവർ തിരിച്ച് ചെയ്തത് അതല്ല. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ CPM-നോട് നമുക്ക് ശത്രുത വേണ്ട ആവശ്യത മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. അവിടെ നടന്ന് ഇതുപോലെ ചെറിയ വളരെ അരാഷ്ട്രീയവലിക്കുന്ന രീതിയിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം മാറി. ഒപ്പം തന്നെ ഇപ്പോൾ സ്മൃതി ചോദിച്ച കാര്യം, ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അവർ നമ്മുടെ ഭരണഘടനാപരമായിട്ടെല്ലാം തന്നെ മതേതരത്വം അടിസ്ഥാന ശിലയാണല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മളത് ആലോചിച്ച് നോക്കും. തിരിച്ച് ഇപ്പോൾ മല്ലു ഹിന്ദു ഗ്രൂപ്പിന് പകരം മറ്റൊരു മതഗ്രൂപ്പിൻ്റെ പേരിലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്രമാത്രം വിവാദം BJP ഉണ്ടാക്കുമായിരുന്നു. അതിനുശേഷം അത് അപകടമാകുമെന്ന് കണ്ടപ്പോൾ മുസ്ലിം ഗ്രൂപ്പും അദ്ദേഹം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയാണ്. പക്ഷേ ആ ഗ്രൂപ്പിന്റെ ചാറ്റിൽ വർഗീയ പരാമർശങ്ങളില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെ കേന്ദ്രത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണെന്ന് തോന്നുന്നു. അങ്ങനെയും വിവരങ്ങളുണ്ട്. അത് നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ ADGP ആയിരുന്ന അദ്ദേഹം RSN നേതാവിൻ്റെ സ്വകാര്യ സന്ദർശനം നടത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതായത് മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന തെറ്റായ അത് നൈതികയുടെ പ്രശ്നം മാത്രമല്ല, അത് പ്രോട്ടോകോൾ വിരുദ്ധമാണ്, അത് നിയമപര വിരുദ്ധമായിട്ടൊരു കാര്യം തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു പറയുന്നത് ഇപ്പോൾ എന്താണ്, ഈ റിപ്പോർട്ട് നമ്മൾ കണ്ടില്ലേ, നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് മനസ്സിലാക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചോളം അതിൻ്റെ അതിൻ്റെ അകത്ത് വിവാദ പരാമർശം ഗ്രൂപ്പില്ല, വിവാദ പരാമർശം ഇല്ല എന്നുള്ളത് കാര്യം അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. മാത്രമല്ല ഉദ്യോഗസ്ഥൻ നുണയല്ലേ പറഞ്ഞത്, അതിനുശേഷം താനല്ല ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പോലീസിന് പരാതി കൊടുക്കുക. ആ പോലീസ് പരാതി കൊടുത്ത ശേഷം അതല്ല അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടതല്ല, അപ്പോൾ സ്വയം ഉണ്ടാക്കിയതാണ്. എന്തിനുണ്ടാക്കിയത്? അപ്പോൾ അത് തന്നെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ADGP ആണെങ്കിൽ കേന്ദ്രത്തിൽ എന്തോ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പോയെന്നാണ് പിന്നീട് വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ അപ്പോൾ ഇത്തരം അടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് മതാടിസ്ഥാന ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അത് വിഭാഗീയമായിട്ടുള്ള ഒരു ചിന്ത പരത്താനുള്ള ശ്രമം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ഇതെന്താണ് നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വം? ഇടതുപക്ഷത്തിൻ്റെയും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട 2 മുന്നണികൾ മതേതരത്വം അടിസ്ഥാന ശിലയായിട്ട് കാണുന്നവരാണ്. അത് ഇടതുപക്ഷം LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ. അവർക്ക് എന്താ മനസ്സിലാവാത്തത് ഈ കാര്യം? പ്രശാന്ത് നായർ ചെയ്തതിനേക്കാൾ എത്രയോ ഗുരുതരമായ തെറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ IAS ഉദ്ദേശിച്ചിട്ടുള്ളത് തെറ്റായ കാര്യം എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുള്ള കാര്യം, ആ സമയത്ത് ഇരുത്തി എന്നുള്ള കാര്യം പിന്നീട് ഒരു ആഫ്റ്റർ തോട്ടം നൽകി അദ്ദേഹം പിന്നീട് പറഞ്ഞു കേട്ടത് എന്തോ ദീപാവലി ആശംസ അറിയിക്കാനുള്ള ഗ്രൂപ്പ്. ദീപാവലി ആശംസ മതാടിസ്ഥാനത്തിനാണ് അറിയിക്കേണ്ടത് മല്ലു ഹിന്ദു ഗ്രൂപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ സൂചനയും കൂടി ലഭിക്കുകയാണ്. ഞാൻ ഒരു നടപടി ഉണ്ടാവുന്നതിന് മാത്രമല്ല ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.